വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാനെ തിരികെ ജയിലിലെത്തിച്ചു. തെളിവെടുപ്പിൽ കണ്ടെടുത്ത മൊബൈൽ ഫോൺ, താക്കോൽ എന്നിവ കോടതിയിൽ ഹാജരാക്കി. ആഷിഖ് മുഹമ്മദ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ആഷിഖ്, അഫാനുമായി തെളിവെടുപ്പ് നമ്മൾ കണ്ടതാണ്. പ്രതിക്കെതിരെ ശക്തമായ തെളിവുകൾ ലഭിച്ചുവെന്നാണ് കരുതുന്നത്. ഇനി മറ്റ് നടപടികൾ എന്തൊക്കെയാണ് ഈ കേസിൽ? ബീന, കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പിതൃ സഹോദരൻ ലത്തീഫിനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയ കേസിൽ കിളിമാനൂർ പോലീസ് അഫാനെ കസ്റ്റഡിയിൽ വാങ്ങിയത്. 3 ദിവസത്തെ കസ്റ്റഡിയിലായിരുന്നു ലഭിച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ചുള്ളാലത്തെ എസ് എൻ പുരത്തെ ലത്തീഫിന്റെ വീട്ടിലെത്തിച്ച് പ്രതിയെ തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഈ സമയത്ത് കണ്ടെടുത്ത ഫോണും ഈ കൊലപാതകത്തിന് നടത്തിയ ചുറ്റിക അടക്കമുള്ളവ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് അന്വേഷണ സംഘം. കിളിമാനൂർ പോലീസ് തെളിവെടുപ്പ് അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കിയതിനെ തുടർന്നാണ് ഇന്ന് വീണ്ടും കോടതിയിൽ ഹാജരാക്കിയത്. പ്രതിയെ വീണ്ടും പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് തിരിച്ചയക്കുകയാണ് കോടതി ചെയ്തിട്ടുള്ളത്. ഇനി ഈ കേസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അവസാനത്തെ കേസുണ്ട്. അത് വെഞ്ഞാറമൂട് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സഹോദരൻ അഫ്സാനെയും കൂട്ടുകാരി ഫർസാനെയും കൊലപ്പെടുത്തിയ കേസാണ്. ഈ കേസിൽ കൂടി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാനുണ്ട്. ഉടനെ തന്നെ വെഞ്ഞാറമൂട് പോലീസ് ഇതിനുമായി കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. തുടർന്ന് വെഞ്ഞാറമൂട് പോലീസ് കൂടി തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കിയാൽ ഈ കൂട്ടക്കൊലയിലെ തെളിവെടുപ്പിന്റെ ഘട്ടം പൂർത്തിയായി പിന്നീട് റിമാൻഡ് റിപ്പോർട്ട് അടക്കം സമർപ്പിക്കുന്ന നടപടികളിലേക്ക് പോലീസ് കടക്കും. ഏതായാലും ഇപ്പോൾ കിളിമാനൂർ പോലീസ് തെളിവെടുപ്പ് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കി പ്രതിയെ വീണ്ടും കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു. കോടതി വീണ്ടും പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് തിരികെ അയച്ചിരിക്കുകയാണ്. ശരി.